ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ആക്ച്വലി ഇതൊരു പാരറ്റിൻ്റെ ഒരു കോസ്റ്റ്യൂമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വർക്ക് ഫ്ലോ കാണിച്ച വീഡിയോയിൽ മോൾക്ക് വേണ്ടിയിട്ടൊരു സൺഫ്ലവർ ചെയ്തതിൻ്റെ കഷ്ണങ്ങൾ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നെയ്ബറിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ആ കുട്ടിക്ക് ടാലൻസ് ഡേക്ക് പറയാനുള്ളത് പാരറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിങ്സ് മാസ്ക് അതിലേക്ക് സ്യൂട്ടാവുന്ന ഒരു ഡ്രസ്സ്, അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ വീഡിയോയ്ക്കകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഇല്ല, എന്നാലും ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ പാകത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫോൺ വയ്ക്കുന്ന ആ സ്റ്റാൻഡില്ലേ, ബ്രൊലാവിയുടെ ഒരു മൈക്ക് സ്റ്റാൻഡാണ് ഞാൻ ഫോൺ വയ്ക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡാമേജ് ആയി. ഇപ്പോൾ ഞാൻ കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്ന വീഡിയോ. എനിക്ക് വീഡിയോ എടുത്ത് തരാനും നിലവിലിപ്പോൾ ആരും ഇല്ല തൽക്കാലം. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ള മെറ്റീരിയൽസാണ് ആ സ്പോഞ്ചിൻ്റെ ഷീറ്റ്. അത് 1 മീറ്റർ ഉണ്ട്, അതിന് 58 രൂപയാണ്. അത് ഞാൻ ഈ വിങ്സിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വിങ്സിൻ്റെ കൂടെ ടെയിലും താഴത്തേക്ക് വരുന്ന രീതിക്കാണ് ഇപ്പം ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇത്ര വലിപ്പം വേണ്ടായിരുന്നു, ഒരു പൊടിക്ക് വലിപ്പം ഞാൻ കട്ട് ചെയ്തപ്പോൾ കൂടിപ്പോയി. കുട്ടി 2ാം ക്ലാസ്സിലുള്ള കുട്ടിയാണ്, അപ്പോൾ കുറച്ചും കൂടി ചെറിയ സൈസ് മതിയായിരുന്നു. ഈ ഒരു സ്പോഞ്ച് ഷീറ്റിന് പ്രത്യേകം പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയും അങ്ങനെ പേരുണ്ടോയെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു 1 മീറ്റർ റോ കോട്ടൻ്റെ തുണി മേടിച്ചിട്ടുണ്ട്, പച്ച കളറിലുള്ള പാരറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ളത്. അപ്പോൾ അതൊരു എയർലൈനായിട്ടുള്ളൊരു ഫ്രോക്ക് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഈ വിങ്സും ആ ബേർഡ് മാസ്കും വരുമ്പോൾ കോസ്റ്റ്യൂം കംപ്ലീറ്റ് ആവും അങ്ങനെ. അപ്പോൾ ഞാൻ ഈ ഒരു വിങ്സിൻ്റെ സെൻറ്ററിൽ നമുക്കിത് നിങ്ങൾക്കറിയാമല്ലോ, ഈ ബർത്ത്ഡേ വിങ്സ് മേടിക്കുകയാണെങ്കിലും അത് നമുക്ക് ഷോൾഡറിൽ കൂടെ ഇടണം. അപ്പോൾ അതിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് ഗ്ലൂഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇലാസ്റ്റിക് അത്യാവശ്യം നീളത്തിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് കെട്ടി കൊടുത്തേക്കാണ് കുട്ടി ഇട്ടിട്ട് കുട്ടിയുടെ ഒരു സൈസ് അനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് കൃത്യം ഇപ്പം ഞാൻ അവരുടെ തൊട്ട് അടുത്തല്ല, അതുകൊണ്ട് എനിക്കത് അറിയില്ല എത്രയാണ് വരണമെന്നുള്ളത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ബലം കിട്ടാൻ വേണ്ടിയിട്ട് അഗെയിൻ ഈ സ്പോഞ്ച് ഷീറ്റൊക്കെ നമ്മൾ ഗ്ലൂഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു ലെയറും കൂടെ സ്പോഞ്ച് ഷീറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ചാർട്ട്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് 4 ഷീറ്റും ഗ്രീൻ 2 ഷെയ്ഡും 4 ഷീറ്റ് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് 15 രൂപയാണ് ഒരു ഷീറ്റിന് വില കേട്ടോ. ഒരു ഗ്രീൻ 5 ഷീറ്റും 4 ഷീറ്റും ഉണ്ടായിരുന്നു. 15 രൂപയാണ് ഒരു ഷീറ്റിന് വരണേ. അപ്പോൾ അതൊക്കെ ഈ ഒരു ലീഫ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തൊന്ന് നോക്കുകയാണ്. ഗ്ലൂഗൺ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഫെവിക്കോളൊക്കെ വെച്ച് സ്റ്റിക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. പിന്നെ ഫെവി ബോണ്ടോ ഷൂ ഫിക്സ് എന്തെങ്കിലും വേണം, അപ്പോൾ അത് എക്സ്പെൻസീവ് ആണ് എഗെയിൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് എൻറ്റയർ ആ വിങ്സ് മൊത്തത്തിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ടെയിൽ പോർഷനിൽ ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അപ്പോഴത്തേക്ക് അതിൻ്റെ ഹോൾ മൊത്തത്തിൽ മെസ്സായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ സൈഡിൽ കിടക്കുന്ന സ്ക്രാപ്പ് കണ്ടോ, ആ സ്ക്രാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ബേർഡ് മാസ്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മൊത്തം സ്റ്റിക്ക് ചെയ്ത് എടുത്തു. നാക്കുടുക്കുന്നത് ബേർഡ് മാസ്കിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു ഫ്രെയിം സ്ട്രക്ചർ ആ ഒരു സ്പോഞ്ച് ഷീറ്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കിടക്കുന്ന സ്ക്രാപ്പിൽ അത് മാസ്ക് ചെയ്യാനായിട്ടുള്ള കുഞ്ഞു കഷ്ണങ്ങൾ ആ ലീഫ് പാറ്റേണിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് കൊക്ക് വേണമല്ലോ പാരറ്റിൻ്റെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റെഡ് ചാർട്ട് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കട്ടിയുള്ള ചാർട്ടാണ്. അപ്പോൾ അതിന് 18 രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് വരുന്നത്. ദെൻ ഞാൻ ഈ ഒരു മാസ്കിലേക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. കൊക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 3D ആയിട്ടുള്ള ഒരു സ്ട്രക്ചറല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പം എൻ്റെ ഈ ഒരു പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സ്പോഞ്ച് ഷീറ്റിൽ ഒരു ഐ ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഞാൻ അതും അതിൻ്റെ മീതെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത് കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ട് ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ടെയിൽ സെപ്പറേറ്റ് ചെയ്തു കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആ എയർലൈനായിട്ടുള്ള ഫ്രോക്ക് കട്ട് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്തു. അതിൻ്റെ ഉള്ളിലിടാൻ, അതായത് ആ കോസ്റ്റ്യൂം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ച കളറിലൊരു ഡ്രസ്സ് വേണമല്ലോ, അപ്പോൾ അതിലേക്കാണ് ആ എയർലൈനായിട്ടുള്ള ഫ്രോക്ക് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ടെയിലിൻ്റെ എൻഡ് ഞാൻ കട്ട് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ഒരു വള്ളി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് അപ്പോൾ നമുക്ക് ഈ വിങ്സ് ഫോൾഡ് ചെയ്യാൻ പറ്റും. മറ്റേതിങ്ങനെ ബാക്കിൽ നിന്ന് ഈ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിലേക്ക് ടൈ ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ. ഇത് നമുക്ക് സ്കൂൾ വരെ എത്തിക്കണമല്ലോ. കുറച്ചും കൂടി ഇത് ഹാൻഡിൽ ചെയ്യാനും കംഫർട്ടബിൾ അങ്ങനെ ആ ഒരു ടെയിലിൻ്റെ കട്ട് ചെയ്തപ്പോഴാണ് കേട്ടോ. കുറച്ച് ഒരു സൈസ് ആ വിങ്സിന് കുറച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോട്ടൽ ഒരു ലുക്ക്. ഈ ഒരു ഡ്രസ്സ്, ബാക്കിൽ ആ ടെയിൽ, പിന്നെ വിങ്സ്, പിന്നെ ബേർഡ് മാസ്ക് അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി കാണാം. ബൈ.